ഹലോ, ഹായ് ഡിയർ സ്റ്റുഡൻസ്, വെൽക്കം ടു യെറ്റ് അനദർ ക്ലാസ് ഓഫ് ദി ലേണിംഗ് ലൂക്ക്. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്ന ടോപ്പിക് ദ വണ്ടർഫുൾ വേൾഡ് ഓഫ് സയൻസ് ഫ്രം ക്ലാസ് 6. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ഇൻട്രൊഡക്ഷൻ കണ്ടു. ഇന്ന് നമ്മൾ കാണാൻ പോകുന്നത് പേജ് 3 and 4 ടോപ്പിക്സ് ആണ്. അപ്പൊ നമ്മൾ ലാസ്റ്റ് വീക്ക് എന്തൊക്കെയാണ് പഠിച്ചത്? നമ്മൾ ലാസ്റ്റ് ക്ലാസ്സിൽ എന്തൊക്കെ പഠിച്ചു? നമ്മൾ കണ്ടു ക്യൂരിയോസിറ്റി എന്താണെന്നും സയൻസ് എന്താണെന്നും സയന്റിഫിക് മെത്തേഡ് എന്താണെന്നൊക്കെ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്തു അല്ലേ. എന്താണ് ക്യൂരിയോസിറ്റി കൂട്ടുകാരെ? ക്യൂരിയോസിറ്റി എന്താണ്? ഒരു കാര്യത്തെ പറ്റി കൂടുതൽ അറിയാനുള്ള ആഗ്രഹം അല്ലെ. നമുക്ക് മനസ്സിൽ ഒരു കാര്യം കാണുമ്പോൾ നമുക്ക് ഒത്തിരി ചോദ്യങ്ങൾ നമ്മുടെ മനസ്സിലേക്ക് വരും. ആ ചോദ്യങ്ങളുടെ ഉത്തരം കണ്ടെത്താനുള്ള അതിയായ ആഗ്രഹത്തെയാണ് നമ്മൾ എന്ത് പറയുന്നത്? ക്യൂരിയോസിറ്റി എന്ന് പറയുന്നത്. വാണ്ടിങ് ടു നോ മോർ അല്ലെ, കൂടുതൽ അറിയാനുള്ള ആഗ്രഹം. അപ്പൊ നമ്മൾ എന്ത് മനസ്സിലാക്കി? ക്യൂരിയോസിറ്റി വഴി നമുക്കുണ്ടാവുന്ന ക്വസ്റ്റ്യൻസ്, ആ ക്വസ്റ്റ്യൻസിന്റെ ഉത്തരങ്ങൾ കണ്ടെത്തണമെങ്കിൽ എന്ത് വേണം? സയൻസ് അറിയണം അല്ലെ. സയൻസ് എന്താണെന്നും നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞു. എന്താണ് സയൻസ്? ഇറ്റ്സ് എ വേ ഓഫ് തിങ്കിങ് ആൻഡ് ഒബ്സർവിങ്. ഒരു രീതിയാണ് അല്ലെ. എന്ത് രീതിയാണ്? ഒരു കാര്യത്തെ കണ്ട് മനസ്സിലാക്കി അതിനെപ്പറ്റി ചിന്തിക്കുന്ന ആ രീതിയെയാണ് നമ്മൾ സയൻസ് എന്ന് പറയുന്നത് അല്ലെ. അങ്ങനെയാണെങ്കിൽ നമുക്കിവിടെ കുറച്ച് സിറ്റുവേഷൻസ് നോക്കാം. നമ്മുടെ ഉള്ളിലേക്ക് ക്വസ്റ്റ്യൻസ് കൊണ്ടുവരുന്ന ചില സിറ്റുവേഷൻസ് ആണ് നമ്മളിപ്പോ നോക്കാൻ പോകുന്നത്. നോക്കിക്കേ, ഒരു സീഡ് അത് വളർന്ന് പ്ലാന്റ് ആയി മാറും അല്ലെ. നമുക്ക് ചുറ്റുമുള്ള ഈ മരങ്ങളും ചെടികളും എല്ലാം ഒരു കാലത്ത് എന്തായിരുന്നു? ഒരു സമയത്ത് അവരെല്ലാം ഒരു ചെറിയ വിത്തായിരുന്നു അല്ലെ. ആ ചെറിയ വിത്തിൽ നിന്നാണ് ഇപ്പൊ നമ്മൾ കാണുന്ന ഈ വലിയ പ്ലാന്റ് ഉണ്ടായി നിൽക്കുന്നത് അല്ലെ. അതുപോലെ മരങ്ങൾ, ചില പ്ലാന്റുകൾ എന്ത് ചെയ്യും? ഇച്ചിരൂടെ വലുതായി വലിയ മരങ്ങളായി മാറും. അപ്പൊ ഇതെങ്ങനെയാ സംഭവിച്ചതെന്ന് നമുക്ക് എപ്പോഴും മനസ്സിൽ തോന്നാറുണ്ട് അല്ലെ. ഇങ്ങനെ തോന്നിയിട്ടില്ലേ നിങ്ങൾക്ക്? തോന്നിയിട്ടുണ്ട്. ഇനി മറ്റൊരു എക്സാമ്പിൾ ആണ് കാറ്റർപില്ലർ ട്രാൻസ്ഫോമിംഗ് ഇൻടു ബട്ടർഫ്ലൈ. കാറ്റർപില്ലേഴ്സ് ബട്ടർഫ്ലൈസ് ആയിട്ട് മാറുന്നതും മറ്റൊരു ക്വസ്റ്റ്യൻ ഉണർത്തുന്ന കാര്യമാണ് അല്ലെ. നമ്മുടെ മനസ്സിൽ ഇങ്ങനെ ഒത്തിരി ക്വസ്റ്റ്യൻസ് കൊണ്ടുവരുന്ന ഒരു കാര്യമാണ്. ഇത്രയും ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള കളർഫുൾ ആയിട്ടുള്ള ബട്ടർഫ്ലൈസ് ഒരു സമയത്ത് പുഴുവാണെന്ന് പറഞ്ഞാൽ നിങ്ങൾ വിശ്വസിക്കുമോ? ഒരു കാലത്ത് അവര് പുഴുവായിരുന്നു. ഒരു ദിവസം ഒരു പുഴുവായിരുന്നു. 2-3 ദിവസം കഴിഞ്ഞപ്പോ അവര് ട്രാൻസ്ഫോംഡ് ആയിട്ട് ബട്ടർഫ്ലൈ ആയിട്ട് മാറി. അങ്ങനെ മാറിയവരാണ്. നമുക്ക് വിശ്വസിക്കാൻ പറ്റുമോ? പുഴുവിനെ കണ്ടാൽ നമുക്കൊരു ഇഷ്ടമില്ലാത്ത കാര്യമാണ് അല്ലെ. നമ്മൾ കണ്ടാലൊന്നും നമുക്ക് അത്രയ്ക്ക് ഇഷ്ടപ്പെടില്ല. പക്ഷെ ബട്ടർഫ്ലൈനെ കണ്ടാൽ നമ്മൾ എന്ത് വിചാരിക്കും? അയ്യോ, എന്ത് ഭംഗിയാണ് എന്ന് നമ്മൾ വിചാരിക്കാറുണ്ട് അല്ലെ. അപ്പൊ ഇങ്ങനെയുള്ള ഒത്തിരി ക്വസ്റ്റ്യൻസ് നമ്മുടെ മനസ്സിലേക്ക് വരും. ആ ബട്ടർഫ്ലൈനെ കാണുമ്പോൾ എന്താ നമ്മുടെ മനസ്സിൽ വരുന്ന ക്വസ്റ്റ്യൻ? ഇത്രയും ചെറുതായിരുന്ന ഒരു പുഴു എങ്ങനെയാണ് വളർന്ന് ഇത്രയും കളർഫുൾ ആയിട്ടുള്ള ഒരു ബട്ടർഫ്ലൈ ആയിട്ട് മാറിയെന്ന് അല്ലെ. എ കാറ്റർപില്ലർ ട്രാൻസ്ഫോംസ് ഇൻടു എ സ്റ്റണ്ണിങ് ബട്ടർഫ്ലൈ. ഇനി നമുക്ക് നമ്മുടെ കാര്യത്തെ പറ്റി തന്നെ ചിന്തിക്കാം. നമ്മളെല്ലാവരും വൺസ് വി വർ ബേബീസ് അല്ലെ. നമ്മളെല്ലാവരും കുഞ്ഞു വാവമാരായിരുന്നു. പക്ഷെ പിന്നെ എന്ത് പറ്റി? കുറെ നാൾ കഴിഞ്ഞപ്പോ നമ്മള് ഇച്ചിരൂടെ വലുതായി അല്ലെ. ഇച്ചിരൂടെ വലുതായി. നിങ്ങളിപ്പോ 6th സ്റ്റാൻഡേർഡിൽ പഠിക്കുന്നവരായല്ലേ. അപ്പൊ അതെങ്ങനെയാ പറ്റിയത്? ഇതെങ്ങനെയാ നിങ്ങൾ ഇത്രയും വലുതായത്? അങ്ങനെ നിങ്ങൾ ഇങ്ങനെ എപ്പോഴെങ്കിലും അമ്മയോട് പോയി ചോദിച്ചിട്ടുണ്ടെങ്കിൽ അമ്മ പറഞ്ഞിട്ടുണ്ടാവും, നിങ്ങൾ ഭക്ഷണമൊക്കെ കഴിച്ചാണ് വലുതായെന്ന് അല്ലെ. അങ്ങനെയാണെങ്കിൽ നിങ്ങൾ ഉടനെ ഭക്ഷണത്തെ പറ്റി ചിന്തിക്കും അല്ലെ. പക്ഷെ ഭക്ഷണത്തെ പറ്റി നിങ്ങൾ ചിന്തിച്ചു തുടങ്ങുമ്പോഴാണ് നിങ്ങളുടെ മനസ്സിൽ ഒരു ക്വസ്റ്റ്യൻ വരുന്നത്. ഈ ഭക്ഷണം എന്ന് പറയുമ്പോൾ തന്നെ പലതരങ്ങളുണ്ടല്ലോ ഭക്ഷണം അല്ലെ. പലതരം ഭക്ഷണം ഉണ്ടല്ലേ. ഫുഡ് എന്ന് പറയുന്നത് പലതരമാണ് ഭക്ഷണം അല്ലെ. ഫുഡ് ഇസ് ഓഫ് ഡിഫറെന്റ് വെറൈറ്റീസ് അല്ലെ. ടു ഗ്രോ ഓൾ ലിവിങ് തിങ്സ് നീഡ് ഫുഡ്. അപ്പൊ നമ്മൾക്ക് വലുതാവാനായിട്ട്, നമ്മൾക്ക് മാത്രമല്ല കേട്ടോ, ഈ ബട്ടർഫ്ലൈ, പുഴുവായിരുന്ന ബട്ടർഫ്ലൈക്ക് വലുതാവാനും എന്ത് വേണമായിരുന്നു? ഫുഡ് വേണമായിരുന്നു അല്ലെ. അതുപോലെ പ്ലാന്റ്സിനാണെങ്കിലും ഫുഡ് വേണം കേട്ടോ വലുതാവാൻ. അപ്പൊ എന്ത് വേണം? നമുക്ക് ഫുഡ് വേണം വലുതാവാൻ. ഇന്ത്യയിൽ തന്നെ അങ്ങനെ നമ്മൾ ഫുഡിനെ പറ്റി ചിന്തിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് നമ്മുടെ മനസ്സിലേക്ക് ഒരു ചിന്ത വരുന്നത്. ഇന്ന് ഞാൻ സാമ്പാർ ഇഡലിയാണ് കഴിച്ചത്. പക്ഷെ നോർത്ത് ഇന്ത്യയിലുള്ള ഒരു ഫ്രണ്ട് നിങ്ങൾക്ക് ഉണ്ടെന്ന് വിചാരിക്കുക. പുള്ളിക്കാരി രാവിലെ എന്തായിരിക്കും കഴിച്ചിട്ടുണ്ടാവുക? ചിലപ്പോൾ ചപ്പാത്തിയും എന്തെങ്കിലും ദാൽ കറി ആയിരിക്കും കഴിച്ചിട്ടുണ്ടാവുക അല്ലെ. അപ്പൊ എന്ത് വെറൈറ്റി ആയിട്ടുള്ള ഫുഡാണ് അല്ലെ. രാവിലെ നമുക്കൊരു തരം ഫുഡും വേറെ സ്റ്റേറ്റ്സിൽ താമസിക്കുന്നവർക്ക് വേറൊരു തരത്തിലുള്ള ഫുഡ് അല്ലെ. അപ്പൊ എന്ത് ഡിഫറെന്റ് ആണ് അല്ലെ. ഈച്ച് ഡിഷ് ഈസ് മെയ്ഡ് ഫ്രം ഡിഫറെന്റ് ഇൻഗ്രീഡിയൻസ്. അപ്പൊ നമ്മളിങ്ങനെ പലതരം ഫുഡ് ഉണ്ടെന്ന് ചിന്തിച്ച് കഴിയുമ്പോഴേക്കും അടുത്ത ചോദ്യം നമ്മുടെ മനസ്സിലേക്ക് വരും. എന്താ നമ്മുടെ മനസ്സിലേക്ക് വരുന്ന അടുത്ത ചോദ്യം? ഒരു ഫുഡ് ഉണ്ടാക്കാൻ തന്നെ എന്തോരം ഡിഫറെന്റ് ആയിട്ടുള്ള ഇൻഗ്രീഡിയൻസ് ആണ് എൻ്റെ അമ്മ ഉപയോഗിക്കുന്നത് അല്ലെ. ഓൾ ഡിഷസ് ആർ മെയ്ഡ് ഫ്രം ഡിഫറെന്റ് ഇൻഗ്രീഡിയൻസ്. പല ഇൻഗ്രീഡിയൻസ് ഉപയോഗിച്ചിട്ടാണ് നമ്മുടെ വീട്ടിലെ പല ഡിഷസ് ഉണ്ടാക്കുന്നത് അല്ലെ. അതോ എല്ലാം ഒരേ സാധനം കൊണ്ടാണോ ഉണ്ടാക്കുന്നത്? എല്ലാ കറികളും ഒരേ സാധനം കൊണ്ടാണോ
ആണോ ഉണ്ടാക്കുന്നത്? അല്ല, അല്ല, പലതരം ഇൻഗ്രീഡിയൻസ് ഉപയോഗിച്ചിട്ടാണ് ഉണ്ടാക്കുന്നത്. ഇനി ഇൻഗ്രീഡിയൻസ് എവിടെ നിന്നാണ് വരുന്നത്? ഇറ്റ് കംസ് ഫ്രം പ്ലാന്റ്സ് ആൻഡ് ആനിമൽസ്, അല്ലെ? ആനിമൽസിൽ നിന്നാണ് നെയ്യ് കിട്ടുന്നത്, അല്ലെ? ഗീ കിട്ടുന്നത് ആനിമൽസിൽ നിന്നാണ്, മിൽക്ക് കിട്ടുന്നത്. അതുപോലെ തന്നെ ആനിമൽസിൽ നിന്ന് നമുക്ക് വേറെ എന്തൊക്കെ കിട്ടുന്നുണ്ട്? മീറ്റ് കിട്ടുന്നുണ്ട്, അല്ലെ? എഗ്സ് കിട്ടുന്നുണ്ട്. അങ്ങനെ ഒത്തിരി കാര്യങ്ങൾ നമുക്ക് ആനിമൽസിൽ കിട്ടുന്നുണ്ട്. അതുപോലെ തന്നെ പ്ലാന്റ്സിൽ നിന്ന് നമുക്ക് കിട്ടുന്നില്ലേ? നമ്മള് ചീരത്തോരനൊക്കെ കഴിക്കാറില്ലേ? ഉണ്ട്. അപ്പൊ നമ്മൾ പലതരം ഭക്ഷണങ്ങൾ കഴിക്കാറുണ്ട്, അല്ലെ? നമ്മൾ ഇതെല്ലാം എവിടെ നിന്നാണ് വരുന്നത്? പ്ലാന്റ്സിൽ നിന്നും ആനിമൽസിൽ നിന്നുമാണ്. നമുക്ക് കുറച്ച് എക്സാമ്പിൾസ് നോക്കാം. ഇവിടെ നോക്കിക്കേ, റൈസ് ആൻഡ് വീറ്റ് കം ഫ്രം പ്ലാന്റ്സ്. ഗോതമ്പും അരിയൊക്കെ എവിടെ നിന്നാ വരുന്നത്? പ്ലാന്റ്സിൽ നിന്നാണ് വരുന്നത്. മിൽക്ക്, എഗ്സ് ആൻഡ് മീറ്റ് കം ഫ്രം ആനിമൽസ്. ആനിമൽസിൽ നമുക്ക് എന്താ കിട്ടുന്നത്? മിൽക്ക് കിട്ടും, എഗ്സ് കിട്ടും, മീറ്റ് കിട്ടും. They all come from animals. Now, spices, vegetables and fruits. Spicesഉം വെജിറ്റബിൾസും ഫ്രൂട്ട്സും നമുക്ക് എവിടെ നിന്ന് കിട്ടും? പ്ലാന്റ്സിൽ നിന്ന് കിട്ടും. So the food we eat is made of various natural substances. And നിങ്ങൾ മനസ്സിലാക്കണം, ഈ പ്ലാന്റ്സ് കഴിച്ചാലും ഈ ആനിമൽസിൽ നിന്ന് കിട്ടുന്ന എഗ്സും മീറ്റും മിൽക്കും ഒക്കെ നമ്മൾ കഴിച്ചാൽ നമുക്ക് എന്താ നമ്മുടെ ശരീരത്തിന് വേണ്ടി കിട്ടുന്നത്? We get carbohydrates, proteins, fats, വൈറ്റമിൻസ് ആൻഡ് മിനറൽസ്. എപ്പോഴെങ്കിലും നിങ്ങളുടെ അമ്മ പറഞ്ഞിട്ടുണ്ടല്ലോ ഇതൊക്കെ കഴിച്ചാലേ പ്രോട്ടീൻ ഉണ്ടാവുള്ളൂ ശരീരത്തിൽ, അല്ലെങ്കിൽ എന്നാലേ നമുക്ക് വൈറ്റമിൻ കിട്ടുള്ളൂ എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടോ നിങ്ങളോട്? പറഞ്ഞിട്ടില്ലേ? പറഞ്ഞിട്ടില്ലെങ്കിൽ നിങ്ങൾ മനസ്സിലാക്കണം, നമ്മുടെ ഭക്ഷണത്തിൽ നിന്ന് എന്തൊക്കെയാണ് നമുക്ക് കിട്ടുന്നത്? കാർബോഹൈഡ്രേറ്റ് കിട്ടും, പ്രോട്ടീൻ കിട്ടും, ഫാറ്റ്സ് കിട്ടും, വൈറ്റമിൻസ് കിട്ടും, മിനറൽസ് കിട്ടും. ഇതെല്ലാം ന്യൂട്രിയൻസ് ആണ് കേട്ടോ, നമ്മുടെ ബോഡിക്ക് ആവശ്യമായിട്ടുള്ള ന്യൂട്രിയൻസ്. അങ്ങനെ നമ്മൾ ഫുഡിനെ പറ്റി വലിയ കഥകളൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോഴാണ് നമ്മൾ ഓർക്കുന്നത്, ഭക്ഷണം കഴിച്ചാൽ നമ്മൾ പിന്നെ എന്താണ് ചെയ്യുന്നത്? ആദ്യത്തെ കാര്യം, ഭക്ഷണം കഴിച്ച ഉടനെ നമ്മൾ വെള്ളം കുടിക്കും, അല്ലെ? അപ്പൊ നമുക്ക് വാട്ടറിനെ പറ്റി ഒരു ചിന്ത വരും, അല്ലെ? അപ്പൊ വാട്ടർ ഈസ് എസെൻഷ്യൽ ഫോർ ലൈഫ് ആൻഡ് ഫൺ. നമ്മൾക്ക് ജീവിതത്തില്, നമുക്ക് ഈ ഭൂമിയിൽ ജീവിക്കാനായിട്ട് നമുക്ക് എന്ത് വേണം? വെള്ളം വേണം, അല്ലെ? വെള്ളമില്ലാതെ ജീവിക്കുന്ന ഒരു കാര്യം നിങ്ങൾ ആലോചിച്ച് നോക്കുക. രാവിലെ എണീറ്റ് നമുക്ക് ബ്രഷ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമുക്ക് വാട്ടർ വേണം, മുഖം കഴുകണമെങ്കിൽ നമുക്ക് വാട്ടർ വേണം, ഫുഡ് കുക്ക് ചെയ്യണമെങ്കിൽ നമുക്ക് വാട്ടർ വേണം, എല്ലാത്തിനും നമുക്ക് വാട്ടർ വേണം, അല്ലെ? അതുപോലെ തന്നെ ഫൺ ആക്ടിവിറ്റീസ്, നിങ്ങളുടെ കൂടെ തന്നെ നിങ്ങൾ സ്വിം ചെയ്യുന്ന ഒത്തിരി പേരുണ്ടാവും, അല്ലെ? സ്വിം ചെയ്യുന്നവര്, നീന്തുന്നവരുണ്ടാവില്ലേ? നിങ്ങൾ എവിടെയാ നീന്തുക? വെള്ളത്തിലല്ലേ? അതൊക്കെ ഫൺ ആക്ടിവിറ്റീസ് ആണല്ലേ? അതിനും നമുക്ക് വെള്ളം വേണം. നോക്കിക്കേ, പഡിൽ ജമ്പിങ്. ഹിയർ ആർ സം വണ്ടർഫുൾ ആക്ടിവിറ്റീസ് വി ഡു ഇൻ വാട്ടർ. നമ്മൾ വാട്ടറിൽ ചെയ്യുന്നൊരു ഫൺ ആക്ടിവിറ്റിയാണ് എന്താ? പഡിൽ ജമ്പിങ്, അല്ലെ? ഈ സ്കൂളിന്റെ മുറ്റത്തൊക്കെ വെള്ളം കെട്ടിക്കിടന്ന് നിങ്ങൾ പോയി ഒന്ന് ചാടില്ലേ അതിനകത്ത്? യു വിൽ സ്പ്ലാഷ് ആൻഡ് പ്ലേ ഇൻ റെയിൻ വാട്ടർ. അതിന്റെ മുമ്പിൽ ഇങ്ങനെ മഴയത്ത് വെള്ളമൊക്കെ കെട്ടിക്കിടപ്പുണ്ടെങ്കിൽ നിങ്ങൾ അതിനകത്ത് പോയി ചാടാറൊക്കെ ഉണ്ട്, അല്ലെ? അല്ലെങ്കിൽ കൂട്ടുകാരനെ പിടിച്ചെന്ന് തള്ളു അതിനകത്തൊക്കെ ഇടാറുണ്ടാവും. അങ്ങനെയൊന്നും ചെയ്യരുത് കേട്ടോ. ഇനി കൂൾ ഡ്രിങ്ക്സ്. കൂൾ ഡ്രിങ്ക്സ് എന്താണ്? നല്ല ചൂടുള്ള ദിവസം നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു തണുത്ത വെള്ളം കുടിക്കണമെന്ന് തോന്നും, അല്ലേ? കൂൾ ഡ്രിങ്ക്സ് കുടിക്കും. പിന്നെന്താണ്? വാം ബാത്സ്. ഇനി നിങ്ങൾ സ്കൂളിൽ നിന്ന് തളർന്ന് വീട്ടിലേക്ക് തിരിച്ചു വരുമ്പോൾ റിലാക്സ് ചെയ്യാനായിട്ടും എൻജോയ് ചെയ്യാനുമായിട്ട് നിങ്ങൾ വാട്ടറിൽ ഒരു നല്ല കുളി കുളിക്കും, അല്ലെ? വാം ബാത്ത് എടുക്കും. യെസ്. സോ ഇതിനെല്ലാം എന്ത് വേണം? വാട്ടർ വേണം. അങ്ങനെ നമ്മൾ വാട്ടറിനെ പറ്റി സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ നമ്മൾ മനസ്സിലേക്ക് വരുന്നത് എങ്ങനെയാണ്? ഈ ഭൂമിയിൽ എങ്ങനെയാണ് വെള്ളം ഉണ്ടാവുന്നത്? ഒരു രീതിയിൽ ഏറ്റവും കൂടുതൽ വാട്ടർ നമുക്ക് കിട്ടുന്നത് എങ്ങനെയാണ്? റെയിൻ വാട്ടർ ആണ്, അല്ലെ? റെയിനിൽ നിന്നാണ്, മഴയിൽ നിന്നാണ് ഭൂമിയിൽ വെള്ളം കൂടുതലും കിട്ടുന്നത്, അല്ലെ? നമുക്ക് മഴ പെയ്യുമ്പോഴല്ലേ നമ്മൾ കൂടുതൽ ഈ റിവേഴ്സും പോൺസും എല്ലാം നിറയുക. യെസ്. അപ്പൊ ഇത് എങ്ങനെയാണ് സംഭവിക്കുന്നത്? റെയിൻ എങ്ങനെ ഉണ്ടാവുന്നത് നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടോ? ഹൗ ഡസ് റെയിൻ ഒക്കെ നമുക്ക് നോക്കാം. വാട്ടർ ഫ്രം ലേക്സ് ആൻഡ് ഓഷ്യൻസ് ടേൺസ് ഇൻ ടു വേപ്പർ. അതായത് ലേക്ക് നമ്മുടെ കായലുകളിലും ഓഷ്യൻ സമുദ്രങ്ങളിലും ഒക്കെ ഉള്ള വെള്ളം എന്ത് ചെയ്യും? സൂര്യന്റെ വെയിലേറ്റ് അത് നീരാവിയായി മാറും. എന്തായി മാറും? വാട്ടർ വേപ്പർ ആയിട്ട് മാറും. ആ പ്രോസസ്സിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? ഇവാപ്രേഷൻ എന്ന് പറയുന്നത്. വാട്ട് ഈസ് ദാറ്റ് പ്രോസസ്? ഇവാപ്രേഷൻ. ഇനി നീരാവിയായ ഈ വാട്ടർ വേപ്പർ എന്ത് ചെയ്യും? ഇത് മുകളിലേക്ക് പോയി അത് കൂളായിട്ട് അത് ക്ലൗഡ്സ് ഫോം ചെയ്യും. ക്ലൗഡ്സ് എന്ന് പറഞ്ഞാൽ മേഘങ്ങൾ, അല്ലെ? അപ്പൊ എന്ത് ചെയ്യും? വാട്ടർ വേപ്പർ കൂൾസ് ആൻഡ് ഫോം ക്ലൗഡ്സ്. എന്നിട്ട് അവരെന്ത് ചെയ്യും? തണുത്തിട്ട് അവരെന്തായി മാറും? മേഘങ്ങളായി മാറും. ആ പ്രോസസ്സിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? കണ്ടൻസേഷൻ എന്ന് പറയുന്നത്. അപ്പൊ ആദ്യം എന്താണ്? വാട്ടർ
from lakes and oceans turns into vapor, and this water vapor later cools and forms clouds. എന്നിട്ട് എന്തായി മാറും? മേഘങ്ങളായി മാറും. ഇനി മേഘങ്ങളിൽ മഴത്തുള്ളികൾ ഇരുന്നാൽ മതിയോ? താഴോട്ട് വരണ്ടേ? ആ പ്രോസസ്സിനെയാണ് നമ്മൾ വിളിക്കുന്നത് പ്രസിപ്പിറ്റേഷൻ. പ്രസിപ്പിറ്റേഷൻ എന്താ സംഭവിക്കുന്നത്? വാട്ടർ ഫോൾസ് ബാക്ക് ടു എർത്ത് ആസ് റെയിൻ. അപ്പൊ ഈ മേഘങ്ങളില് ഇങ്ങനെ വെള്ളത്തുള്ളികള് നിറഞ്ഞിട്ട് എന്ത് പറ്റും? അതിനവിടെ ഇങ്ങനെ നിൽക്കാൻ പറ്റത്തില്ല. അത് നിൽക്കാൻ പറ്റാത്തൊരവസ്ഥ വരുമ്പോ എന്ത് പറ്റും? ഈ മഴമേഘങ്ങളിലുള്ള റെയിൻ അല്ലെ വാട്ടർ ഡ്രോപ്ലെറ്റ്സ് എല്ലാം കൂടെ മഴയായി താഴേക്ക് പെയ്തിറങ്ങും. ആ പ്രോസസ്സിനെയാണ് നമ്മൾ പ്രസിപ്പിറ്റേഷൻ എന്ന് പറയുന്നത്. അപ്പൊ എന്തൊക്കെയാണ് റെയിൻ ഒക്കർ ചെയ്യാൻ ഹെൽപ്പ് ചെയ്യുന്ന 3 പ്രോസസ്സുകൾ? ഇവാപറേഷൻ, കണ്ടൻസേഷൻ ആൻഡ് ഫൈനലി പ്രസിപ്പിറ്റേഷൻ. ഇത് 3ഉം നിങ്ങൾ എക്സാമിന് ചോദിക്കുകയാണെങ്കിൽ എഴുതണം. യെസ്. നോ, അപ്പൊ നമ്മള് വാട്ടർ വേപ്പർ ആവും എന്നൊക്കെ പറയും അല്ലെ. ലേക്സിലുള്ള വാട്ടർ വേപ്പർ ഒക്കെ ആയിട്ട് മാറും. നമുക്കറിയാം ലേക്സിലുള്ള വാട്ടർ ലിക്വിഡ് ഫോമിലാണ് അല്ലെ. പക്ഷെ വാട്ടർ വേപ്പർ ഗേഷ്യസ് ഫോമിലാണ് അല്ലെ. നീരാവിയായിട്ടാണ് മാറുന്നത്. ആവി എന്ന് പറഞ്ഞത് നമുക്ക് വാട്ടർ ആണോ? അല്ല, അത് ഗ്യാസ് സ്റ്റേറ്റിലാണ് അല്ലെ, ഗേഷ്യസ് സ്റ്റേറ്റിലാണ്. അപ്പൊ നമ്മൾ എപ്പോഴും ചിന്തിക്കുകയാണ് ഇനി വാട്ടർ വേപ്പറും ആവാറുണ്ട്. അതുപോലെ തന്നെ നമ്മുടെ വീട്ടിലെല്ലാം ഫ്രീസറിനകത്ത് എന്താണ് ചെയ്യുന്നത്? വാട്ടർ വെച്ചിട്ട് ഐസ് ആക്കി മാറ്റും അല്ലെ. അപ്പൊ നിങ്ങൾ എപ്പോഴും നിങ്ങളുടെ മനസ്സിൽ വരുന്ന ചിന്തയാണ് ഹൗ വാട്ടർ ടേൺസ് ഇൻ ടു ഐസ്. എങ്ങനെയാണ് വാട്ടർ ഐസ് ആയിട്ട് മാറുന്നത്? അതുപോലെ തന്നെ നമ്മുടെ മനസ്സിൽ വരുന്ന ഒരു ചോദ്യമാണ് വാട്ടർ ബിക്കംസ് സ്റ്റീം വെൻ വി ഹീറ്റ് ഇറ്റ്. ഹൗ വാട്ടർ ബിക്കംസ് സ്റ്റീം വെൻ വി ഹീറ്റ് ഇറ്റ്. നമ്മൾ വാട്ടർ ചൂടാക്കുമ്പോൾ എങ്ങനെയാണ് അത് നീരാവിയായിട്ട് മാറുന്നത്? ഇപ്പൊ നമ്മൾ ജസ്റ്റ് ഇവാപറേഷന്റെ കാര്യം പറഞ്ഞപ്പോൾ തന്നെ നമ്മൾ പറഞ്ഞു അല്ലെ, എന്ത് പറ്റും എന്നാ പറഞ്ഞ? വാട്ടർ ഫ്രം ലേക്സ് ആൻഡ് ഓഷ്യൻസ് ടേൺസ് ഇൻ വേപ്പർ. എങ്ങനെയാണ്? സൺലൈറ്റ് കാരണം ലേക്സിലെയും ഓഷ്യൻസിലെയും ഒക്കെ വാട്ടർ ഹീറ്റഡ് ആയിട്ട് അത് വാട്ടർ വേപ്പർ ആയിട്ട് മാറും എന്നാണ് നമ്മൾ പറഞ്ഞത് അല്ലെ. അപ്പൊ അതേ കാര്യം തന്നെയാണ് നമ്മുടെ ചെറിയ പാത്രത്തിൽ നമ്മൾ വെള്ളം തിളപ്പിക്കാൻ വെക്കുമ്പോഴും സംഭവിക്കുന്നത്. അവിടെ എന്താ സംഭവിക്കുന്നത്? വാട്ടർ ഹീറ്റ് ചെയ്യുമ്പോൾ എന്തായി മാറും? സ്റ്റീമായി മാറും, അല്ലെങ്കിൽ വാട്ടർ വേപ്പർ ആയിട്ട് മാറും. ഇനി ഹൗ വാട്ടർ ടേൺസ് ഇൻ ടു ഐസ്. ഐസായിട്ട് എങ്ങനെയാ വാട്ടർ മാറുന്നത്? അതായത് ടെമ്പറേച്ചർ വളരെ കുറഞ്ഞിരിക്കുന്ന ക്ലൈമറ്റ് ആണ് നമ്മൾ എവിടെ പ്രൊവൈഡ് ചെയ്യുന്നത്? ഫ്രിഡ്ജിലെ ഫ്രീസറിൽ പ്രൊവൈഡ് ചെയ്യുന്നത്. അപ്പൊ ആ ടെമ്പറേച്ചറിൽ വാട്ടർ എന്ത് ചെയ്യും? അത് തണുത്ത് കട്ടയായിട്ടുള്ള ഐസായിട്ട് മാറും, ഒരു സോളിഡ് ഫോമിലേക്ക് എത്തും. സോ വാട്ടർ ലിക്വിഡ് ഫോം ആണ്. അത് ഫ്രീസറിലൊക്കെ നമ്മൾ വെക്കുകയാണെന്നുണ്ടെങ്കിൽ എന്ത് പറ്റും? ഒരു ടെമ്പറേച്ചർ വളരെ കുറഞ്ഞു കഴിയുമ്പോൾ ലോ ടെമ്പറേച്ചറിൽ ഐസായിട്ട് മാറും, അതായത് സോളിഡ് ഫോമിലേക്ക് മാറും. ഇനി വാട്ടറിനെ നമ്മൾ ബോയിൽ ചെയ്യാണ്, ഹീറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ അത് എന്തായിട്ട് മാറും? സ്റ്റീം ആയിട്ട് മാറും. സ്റ്റീം എന്ന് പറയുന്നത് ഗേഷ്യസ് സ്റ്റേറ്റ് ആണ് ഓഫ് വാട്ടർ. അപ്പൊ നമുക്ക് സയന്റിഫിക് മെത്തേഡ് നമ്മൾ ഓൾറെഡി ലാസ്റ്റ് വീക്ക് ഡിസ്കസ് ചെയ്തതാണ്. ലാസ്റ്റ് ക്ലാസ്സിൽ നമ്മൾ പറഞ്ഞതാണ് എന്താണ്? ഐഡന്റിഫൈ യുവർ ഒബ്സർവേഷൻ. ഏതൊക്കെയാണ് സ്റ്റെപ്സ്? ഐഡന്റിഫൈ യുവർ ഒബ്സർവേഷൻ. ആദ്യം നമ്മളൊരു കാര്യം വീക്ഷിക്കുക അല്ലെ, ഒബ്സർവ് ചെയ്യുക. അത് കഴിഞ്ഞിട്ട് ആ ഒബ്സർവേഷനെ പറ്റിയുള്ള ഒരു ക്വസ്റ്റ്യൻ ഫോർമുലേറ്റ് ക്വസ്റ്റ്യൻ. നൗ ആ ക്വസ്റ്റ്യനുമായിട്ട് ബന്ധപ്പെട്ട് കുറച്ച് ഗസ്സുകൾ, അതായത് കുറച്ച് കാര്യങ്ങൾ ഇങ്ങനെ നിങ്ങൾ തന്നെ ഗസ് ചെയ്യണം. ചിലപ്പോൾ ഇതായിരിക്കാം കാരണം, അല്ലെങ്കിൽ ചിലപ്പോൾ അതായിരിക്കാം കാരണം എന്നൊക്കെ ഉള്ള ഹൈപ്പോത്തിസിസ് ക്രിയേറ്റ് ചെയ്യണം. അത് കഴിഞ്ഞിട്ട് ഈ ഹൈപ്പോത്തിസിസ്, നമ്മുടെ മനസ്സിലുണ്ടായ ഗസ് ശരിയാണോ എന്ന് മനസ്സിലാക്കാനായിട്ട് നമ്മളൊരു എക്സ്പെരിമെന്റ് ചെയ്തു നോക്കണം. ദെൻ ഫൈനലി വി ഹാവ് ടു അനലൈസ് റിസൾട്ട്. എന്നിട്ട് നമ്മൾ ആ എക്സ്പെരിമെന്റ് സക്സസ്ഫുൾ ആയോ, നമ്മുടെ ഹൈപ്പോത്തിസിസ് ട്രൂ ആയോ എന്നൊക്കെ നമ്മൾ ചെക്ക് ചെയ്ത് നോക്കണം. ഈ കംപ്ലീറ്റ് സ്റ്റെപ്സിനെയാണ് നമ്മൾ സയന്റിഫിക് മെത്തേഡ് എന്ന് ഉദ്ദേശിക്കുന്നത്. ഇതൊക്കെയാണ് സയന്റിഫിക് മെത്തേഡിന്റെ മേജർ സ്റ്റെപ്സ്. ഒരു എക്സാമ്പിൾ ടീച്ചർ പറഞ്ഞു. നമ്മുടെ കയ്യിൽ ഒരു പേന ഉണ്ടെന്ന് വിചാരിക്കാം. ആ പേന നിങ്ങൾ എഴുതിക്കൊണ്ടിരിക്കുന്ന സമയത്ത് പെട്ടെന്ന് നിന്നുപോയി, പേന തെളിയുന്നില്ല. അപ്പൊ അത് പേന തെളിയാതെ വരുമ്പോ, പേന തെളിയുന്നില്ല എന്നുള്ളത് നിങ്ങളുടെ ഒബ്സർവേഷനാണ്. അപ്പൊ നിങ്ങളുടെ മനസ്സിൽ വരുന്ന ക്വസ്റ്റ്യൻ എന്തായിരിക്കും? നിങ്ങളുടെ മനസ്സിലൊരു ക്വസ്റ്റ്യൻ വരും, എന്താണ്? ഇതെന്താ ഈ പേന തെളിയാത്തെ എന്ന് നിങ്ങളുടെ മനസ്സിലൊരു ക്വസ്റ്റ്യൻ വരും. അങ്ങനെയാണെങ്കിൽ നിങ്ങളൊരു ഹൈപ്പോത്തിസിസ് ക്രിയേറ്റ് ചെയ്യും. എന്തായിരിക്കും നിങ്ങളുടെ ഹൈപ്പോത്തിസിസ്? ചിലപ്പോൾ പേനയുടെ റീഫില്ലറിൽ ഇങ്ക് ഉണ്ടാവില്ല. അല്ലെങ്കിൽ നിങ്ങളുടെ അടുത്ത ഹൈപ്പോത്തിസിസ് എന്തായിരിക്കും? ഇങ്ക് ഉണ്ടായിരിക്കും, പക്ഷെ എന്തെങ്കിലും ബ്ലോക്കേജ് വന്നിട്ടുണ്ടാവും, പേനയ്ക്കകത്ത് എന്തെങ്കിലും ബ്ലോക്ക് ആയിട്ടുണ്ടാവും എന്ന് നിങ്ങൾക്ക് മനസ്സിലാവും അല്ലെ. അങ്ങനെ 2 ഗസ്സുകൾ ഉണ്ട്. അപ്പൊ നിങ്ങൾ എന്ത് ചെയ്യും? പ്ലാൻ യുവർ എക്സ്പെരിമെന്റ്. എന്നിട്ട് നിങ്ങൾ ഒരു എക്സ്പെരിമെന്റ് ചെയ്യും. നിങ്ങൾ എന്താ എക്സ്പെരിമെന്റ് ചെയ്യാൻ പോകുന്നത്? നിങ്ങൾ പേനയുടെ അടപ്പ് റിമൂവ് ചെയ്തിട്ട് നോക്കൂ അല്ലെ. നിങ്ങൾ ആ പേന ഒന്ന് റിമൂവ് ചെയ്തിട്ട് പേനയുടെ റീഫില്ലർ ഒന്ന് പുറത്തെടുത്ത് നോക്കും. പേനയ്ക്കകത്ത് ഇങ്ക് ഉണ്ടോ, അല്ലെങ്കിൽ പേനയുടെ അകത്ത് എന്തെങ്കിലും ബ്ലോക്കേജ് വന്നതാണോ
മഷി കട്ട പിടിച്ചു പോയതാണോ എന്നൊക്കെ നിങ്ങൾ നോക്കും അല്ലെ. അപ്പൊ റീഫില്ലറിനകത്ത് നിങ്ങൾക്ക് ഇപ്പൊ ഫോർ എക്സാമ്പിൾ നിങ്ങൾ തുറന്നു നോക്കിയപ്പോൾ റീഫില്ലറിനകത്ത് ഇങ്ക് ഇല്ല. അപ്പൊ നിങ്ങൾക്ക് എന്ത് മനസ്സിലായി? ഓക്കെ, എന്റെ ഫസ്റ്റ് ഹൈപ്പോത്തസിസ് ആയിരുന്നു ശരി. അതായത് എന്തായിരുന്നു നിങ്ങളുടെ ഫസ്റ്റ് ഹൈപ്പോത്തസിസ്? റീഫില്ലറിൽ ഇങ്ക് തീർന്നതാവും, അതുകൊണ്ടാണ് പേന തെളിയാത്തത് അല്ലെ. അപ്പൊ നിങ്ങളുടെ ഫസ്റ്റ് ഹൈപ്പോത്തസിസ് ശരിയായി എന്നുള്ള റിസൾട്ട് നിങ്ങൾക്ക് കിട്ടി അല്ലെ. അല്ലെ, ദാറ്റ് ഈസ് ദ ലാസ്റ്റ് സ്റ്റെപ്പ് ഇൻ ദ സയന്റിഫിക് മെത്തേഡ്. സയന്റിഫിക് മെത്തേഡിലെ ലാസ്റ്റ് സ്റ്റെപ്പും ആയി. യെസ്. അപ്പൊ നമ്മൾ ഇന്ന് കുറെ കാര്യങ്ങൾ ഡിസ്കസ് ചെയ്തു അല്ലെ. ഇനി നമ്മുടെ നേച്ചറിൽ നിങ്ങൾക്ക് തന്നെ റിഫ്ലക്ട് ചെയ്യാൻ പറ്റും. നമ്മുടെ ചുറ്റുപാടും നോക്കിയിട്ട് നിങ്ങൾക്ക് തന്നെ ഉള്ളിൽ ഉണ്ടാകുന്ന ചില ക്വസ്റ്റ്യൻസ് ആണ് കേട്ടോ ഇത്. നിങ്ങൾ തന്നെ ഇതിനെപ്പറ്റി ഒന്ന് ചിന്തിക്കണം. ഓക്കെ, അതിന് വേണ്ടിയിട്ടാണ് ടീച്ചർ ഈ ക്വസ്റ്റ്യൻസ് ഇവിടെ ഇട്ടേക്കുന്നത്. വാട്ട് നേച്ചർ ചേഞ്ചസ് ഡു യു സീ ഡെയിലി? നിങ്ങൾ ഡെയിലി നിങ്ങളുടെ ചുറ്റുവട്ടത്തും എന്തൊക്കെ ചേഞ്ചസ് ആണ് ഒബ്സർവ് ചെയ്യാൻ പറ്റുന്നത്? വാട്ട് ഒബ്ജക്ട്സ് ആൻഡ് മെറ്റീരിയൽസ് ആർ അറൌണ്ട് യു? നിങ്ങളുടെ ചുറ്റുവട്ടത്തും എന്തൊക്കെ ഒബ്ജക്റ്റുകളും മെറ്റീരിയൽസ് ആണ് ഉള്ളത് അല്ലെ. പേപ്പർ ഉണ്ട്, പേനുണ്ട്, നോട്ട്ബുക്ക് ഉണ്ട്, അങ്ങനെയൊക്കെയുള്ള ഒബ്ജക്ട്സ് ഉണ്ട് അല്ലെ. യെസ്. വാട്ട് ഡു യു വണ്ടർ അബൌട്ട് വാട്ടർ ചേഞ്ചസ്? ഇപ്പൊ നമ്മൾ വാട്ടർ ചേഞ്ചസിനെ പറ്റി പറഞ്ഞല്ലേ, വാട്ടറിന്റെ ഫോം ചേഞ്ച് ചെയ്യുന്ന കാര്യം നമ്മൾ ഡിസ്കസ് ചെയ്തു അല്ലെ. വാട്ടർ ഐസ് ആയിട്ട് മാറാറുണ്ട്, വാട്ടർ വേപ്പർ ആയിട്ട് മാറാറുണ്ട്. ഇതിനെപ്പറ്റി നിങ്ങൾക്ക് തോന്നുന്ന കാര്യം എന്താണ്? അല്ലെങ്കിൽ വാട്ട് ഡു യു ഫീൽ അബൌട്ട് അല്ലെ, വാട്ട് ഡു യു വണ്ടർ അബൌട്ട് വാട്ടർ ചേഞ്ചസ്? വാട്ടറിനെ പറ്റിയുള്ള ഈ ചേഞ്ചസിനെ പറ്റി നിങ്ങൾക്ക് എന്താണ് തോന്നുന്നത്? യെസ്, അങ്ങനെയുള്ള കുറച്ച് ക്വസ്റ്റ്യൻസ് നിങ്ങളുടെ മനസ്സിൽ വരും. ആ ക്വസ്റ്റ്യൻസിനെ പറ്റി ഒന്ന് ഓർക്കുക എന്നാണ് ടീച്ചറോട് പറഞ്ഞേക്കുന്നത് കേട്ടോ. നിങ്ങൾക്ക് വേണമെങ്കിൽ നിങ്ങളുടെ മനസ്സിൽ വരുന്ന ക്വസ്റ്റ്യൻസ്, നേച്ചറിനെ കുറിച്ചും നിങ്ങളുടെ ചുറ്റിലുള്ള ഒബ്ജക്ട്സിനെ കുറിച്ചും വാട്ടറിനെ കുറിച്ചും ഒക്കെ ഉള്ള ക്വസ്റ്റ്യൻസ് ഒന്ന് നോട്ട് ഡൗൺ ചെയ്യാം. ഓക്കെ, ആൻഡ് ലാസ്റ്റ് വൺ ഈസ് കീപ് എക്സ്പ്ലോറിങ്. നിങ്ങൾ തന്നെ നിങ്ങളുടെ ചുറ്റുവട്ടത്തും കുറെ കാര്യങ്ങളൊക്കെ ഒബ്സർവ് ചെയ്തും അതിനെപ്പറ്റി ഒത്തിരി ക്വസ്റ്റ്യൻസ് നിങ്ങളോട് തന്നെ ചോദിച്ചും അറിയാവുന്നവരോടൊക്കെ ചോദിച്ചും അതിന്റെ ആൻസേഴ്സ് കണ്ടെത്തണം. ഓക്കെ, ആൻഡ് ഓൾസോ നമ്മൾ ഈ ചാപ്റ്ററിൽ ആസ് വി മൂവ് ഫോർവേഡ്, നിങ്ങളുടെ ക്യൂരിയോസിറ്റി ടെക്സ്റ്റ് ബുക്കിൽ നമ്മൾ മുന്നോട്ട് പോകുന്തോറും നിങ്ങൾക്ക് അറിയാത്ത പല കാര്യങ്ങളുടെയും ആൻസർ കണ്ടെത്താൻ പറ്റും. അതിന്റെ എല്ലാം ആൻസേഴ്സ് നമ്മൾ പഠിക്കും. യെസ്, അതിനു വേണ്ടിയിട്ടാണ് നമ്മൾ സയൻസ് പഠിക്കുന്നത് അല്ലെ. യെസ്. സോ കീപ് എക്സ്പ്ലോറിങ് ആൻഡ് ആസ്ക് ക്വസ്റ്റ്യൻസ്. നിങ്ങൾ കീപ് എക്സ്പ്ലോറിങ്, വീണ്ടും വീണ്ടും കാര്യങ്ങൾ കണ്ടെത്താനും അതിന്റെ ഉത്തരങ്ങൾ കണ്ടെത്താനും ശ്രമിച്ചുകൊണ്ടേയിരിക്കുക. നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ science2525@gmail.com യു ക്യാൻ മെയിൽ മീ ആൻഡ് ഐ വിൽ റിപ്ലൈ യു. നിങ്ങൾക്ക് എന്ത് ഡൗട്ട്സ് ഉണ്ടെങ്കിലും ഐ വിൽ ബി ദെയർ ടു ഹെൽപ്പ്. നം യൂട്യൂബിൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുക ഫോർ മോർ വീഡിയോസ്. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ ലൈക്കും ചെയ്യാം. താങ്ക് യു. ഹാവ് എ നൈസ് ഡേ.